For Module 4 Discrete Signal Systems. Module 4 Discrete Signal Systems. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് എങ്ങനെയാണ് ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ അപ്പോൾ അതിലത്തെ ആദ്യത്തെ ടോപ്പിക്കാണ് ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ. അതായത് രണ്ട് സീക്വൻസുകൾ തന്നിട്ടുണ്ട്. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 2 3. 1ൻ്റെ അവിടെയാണ് ആരോ മാർക്ക്. എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 2 3 4. X of n is equal to 1 2 3, h of n is equal to 1 2 3 4. Find the discrete convolution. That means find x of n convolution h of n. Find x of n convolution h of n. അപ്പോൾ x of n convolution h of n കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന x of n 1 2 3 1ൻ്റെ അവിടെയാണ് ആരോ മാർക്ക്. അതായത് x of 0 is equal to 1, x of 1 is equal to 2, x of 2 is equal to 3 എന്നാണ് അതിൻ്റെ മീനിങ്. എച്ച് ഓഫ് എന്നിൽ 3ൻ്റെ അവിടെയാണ് ആരോ മാർക്ക്. 3യുടെ അവിടെയാണ് ആരോ മാർക്ക്. അപ്പോൾ അതാണ് എച്ച് ഓഫ് 0. 3ൻ്റെ അപ്പുറത്ത് 4 ഉണ്ട്, അത് എച്ച് ഓഫ് 1. 3യുടെ ലെഫ്റ്റിൽ 2 ഉണ്ട്, അത് എച്ച് ഓഫ് -1. അതിൻ്റെ അപ്പുറത്ത് 1 ഉണ്ട്, അത് എച്ച് ഓഫ് -2. അപ്പോൾ എവിടെയാണ് ആരോ മാർക്ക്, അത് എച്ച് ഓഫ് 0. അതിൻ്റെ റൈറ്റിലേക്ക് പോകുന്തോറും എച്ച് ഓഫ് 1, എച്ച് ഓഫ് 2, എച്ച് ഓഫ് 3. ആ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിലോട്ട് പോകുന്തോറും എച്ച് ഓഫ് -1, എച്ച് ഓഫ് -2, എച്ച് ഓഫ് -3. ഇതുപോലെ തന്നെ എക്സ് ഓഫ് എന്നിൻ്റെ കേസും. അപ്പോൾ അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. സോ നമുക്ക് ഫോം ചെയ്യേണ്ടത് എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ. ഫോർ ദാറ്റ് അപ്പോൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം ആദ്യം. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ആ എക്സ് ഓഫ് എൻ മാറ്റി എഴുതുന്നത് ശ്രദ്ധിക്കുക. 1 ഇൻറ്റു ഡെൽ ഓഫ് എൻ പ്ലസ് 2 ഇൻറ്റു ഡെൽ ഓഫ് എൻ -1. റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും ഷിഫ്റ്റിംഗ് കൂടുകയാണ്. ഡെൽ ഓഫ് എൻ -1 പ്ലസ് 3 ഇൻറ്റു ഡെൽ ഓഫ് എൻ -2. ക്ലിയർ? സിമിലർലി വി ക്യാൻ റൈറ്റ് എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽ ഓഫ് എൻ പ്ലസ് 4 ഇൻറ്റു ഡെൽ ഓഫ് എൻ -1 പ്ലസ് അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് പ്ലസ് 2 ഇൻറ്റു ഡെൽ ഓഫ് എൻ +1. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് 2 ഇൻറ്റു ഡെൽ ഓഫ് എൻ +1 പ്ലസ് 1 ഇൻറ്റു ഡെൽ ഓഫ് എൻ +2. ഓക്കെ, വൺസ് അഗൈൻ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽ ഓഫ് എൻ പ്ലസ് 4 ഇൻറ്റു ഡെൽ ഓഫ് എൻ -1 പ്ലസ് 2 ഇൻറ്റു ഡെൽ ഓഫ് എൻ +1 പ്ലസ് 1 ഇൻറ്റു ഡെൽ ഓഫ് എൻ +2. Yes, then x of n convolution h of n is equal to x of n ഓരോ ടേമിനും h of n എല്ലാ ടേം കൊണ്ടും കൺവല്യൂഷൻ ചെയ്യാം. ദാറ്റ് മീൻസ് x of n ഫസ്റ്റ് ടേം ഡെൽ ഓഫ് n, അതുകൊണ്ട് h of n എല്ലാ ടേമിനെയും കൺവല്യൂഷൻ ചെയ്യാം. അപ്പോൾ x of n കൺവല്യൂഷൻ h of n is equal to ഡെൽ ഓഫ് n കൺവല്യൂഷൻ ഡെൽ ഓഫ് n +2 പ്ലസ് ഡെൽ ഓഫ് n കൺവല്യൂഷൻ 2 ഇൻറ്റു ഡെൽ ഓഫ് n +1 പ്ലസ് ഡെൽ ഓഫ് n കൺവല്യൂഷൻ 3 ഇൻറ്റു ഡെൽ ഓഫ് n പ്ലസ് ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ 4 ഇൻറ്റു ഡെൽ ഓഫ് എൻ -1 പ്ലസ് ഇനി എക്സ് ഓഫ് എന്നിലെ രണ്ടാമത്തെ ടേം കൊണ്ട് എച്ച് ഓഫ് എന്നിലെ എല്ലാത്തിനെയും കൺവല്യൂഷൻ ചെയ്യാം. 2 ഇൻറ്റു ഡെൽ ഓഫ് എൻ -1 കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ +2 പ്ലസ് 2 ഇൻറ്റു ഡെൽ ഓഫ് എൻ -1 കൺവല്യൂഷൻ 2 ഇൻറ്റു ഡെൽ ഓഫ് എൻ +1 പ്ലസ് 2 ഇൻറ്റു ഡെൽ ഓഫ് എൻ -1 കൺവല്യൂഷൻ 3 ഇൻറ്റു ഡെൽ ഓഫ് എൻ പ്ലസ് 2 ഇൻറ്റു ഡെൽ ഓഫ് എൻ -1 കൺവല്യൂഷൻ 4 ഇൻറ്റു ഡെൽ ഓഫ് എൻ -1 പ്ലസ് അത് കഴിഞ്ഞാൽ എക്സ് ഓഫ് എന്നിലെ അടുത്ത ടേമിനെ എച്ച് ഓഫ് എന്നിലെ ഓരോ ടേം കൊണ്ടും കൺവല്യൂഷൻ ചെയ്യാം. 3 ഇൻറ്റു ഡെൽ ഓഫ് എൻ -2 കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ +2 പ്ലസ് 3 ഇൻറ്റു ഡെൽ ഓഫ് എൻ -2 കൺവല്യൂഷൻ 2 ഇൻറ്റു ഡെൽ ഓഫ് എൻ +1 പ്ലസ് 3 ഇൻറ്റു ഡെൽ ഓഫ് എൻ -2 കൺവല്യൂഷൻ 3 ഡെൽ ഓഫ് എൻ പ്ലസ് 3 ഇൻറ്റു ഡെൽ ഓഫ് എൻ -2 കൺവല്യൂഷൻ 4 ഇൻറ്റു ഡെൽ ഓഫ് എൻ -1. ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഓരോ ടൈമും സിംപ്ലിഫൈ ചെയ്യുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ +2. ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ വേറെ ഏതെങ്കിലും ടൈം വന്നാൽ ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ. അപ്പോൾ അത് ഫോർമുലയാണ്. അത് നമ്മൾ ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ +2 ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ +2 ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് എൻ +2. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ കിട്ടി. ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ +2 ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് എൻ +2 പ്ലസ് അടുത്ത രണ്ടാമത്തെ ടേം എടുക്കാം. ഡെൽ ഓഫ് എൻ +2 കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ 2 ഇൻറ്റു ഡെൽ ഓഫ് എൻ +1. ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ വേറെ ഏത് വന്നാലും മറ്റേ ടൈമാണ് വരിക. അപ്പോൾ ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ 2 ഡെൽ ഓഫ് എൻ +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡെൽ ഓഫ് എൻ +1 പ്ലസ്. അപ്പോൾ ഈ പോയിന്റ് മനസ്സിലാക്കാട്ടോ. ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ. അപ്പോൾ ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ തന്നിട്ട് വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത് മൂന്നാമത്തെ ടൈം എന്താ? ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ 3 ഡെൽ ഓഫ് എൻ. അപ്പോൾ ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ഡെൽ ഓഫ് എൻ ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് എൻ. ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ
ഡെൽ ഓഫ് എൻ തന്നെ, പിന്നെ 3 അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ മൂന്നാമത്തെ 3 ഡെൽ ഓഫ് എൻ. കറക്റ്റ്, മനസ്സിലായില്ലേ? പ്ലസ് അടുത്ത നാലാമത്തെ ടേം ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ 4 ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് 1. അപ്പോൾ ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ മൈനസ് 1 എന്താ? ഡെൽ ഓഫ് എൻ മൈനസ് 1. അപ്പോൾ ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ 4 ഡെൽ ഓഫ് എൻ മൈനസ് 1 എന്താ? 4 ഡെൽ ഓഫ് എൻ മൈനസ് 1. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ആൻസർ കണ്ടോ, 4 ഡെൽ ഓഫ് എൻ മൈനസ് 1 പ്ലസ് ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ പറഞ്ഞിട്ട് ഏത് ഫംഗ്ഷൻ തന്നാലും മറ്റേ ഫംഗ്ഷനാണ് അതിൻ്റെ ആൻസർ. അത് ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ഡെൽ ഓഫ് എൻ മൈനസ് 1 കൺവല്യൂഷൻ 2 del of n minus 1 convolution 3 del of n 2 del of n minus 1 convolution 3 del of n is equal to അപ്പോൾ 2 into 3 6. അപ്പോൾ 2 del of n minus 1 convolution 3 del of n 2 del of n minus 1 convolution 3 del of n എന്ന് പറഞ്ഞാൽ 2 into 3 6. പിന്നെ del of n convolution del of n minus 1 എന്താ പറയുക? del of n minus 1. അപ്പോൾ 6 del of n minus 1 പ്ലസ് അടുത്തത് 2 del of n minus 1 convolution 4 del of n minus 1. അപ്പോൾ 2 into 4 8 del of n minus 1 convolution del of n minus 1 del of n minus 1. അപ്പോൾ 8 del of n minus 1 പ്ലസ് 3 del of n minus 2 convolution del of n plus 2. അപ്പോൾ 3 into 1 3 del of n minus 2 convolution del of n plus 2 എന്ന് പറഞ്ഞാൽ del of n minus m convolution del of n minus n is equal to del of n minus of m plus n. അപ്പോൾ 3 ഫോർമുലകളാണ് കടന്നു വിളിക്കുന്നത് കേട്ടോ. del of n convolution del of n del of n del of n convolution x of n x of n del of n minus m convolution del of n minus p is equal to del of n minus of m plus p. അങ്ങനെയാണെങ്കിൽ del of n minus 2 3 del of n minus 2 convolution del of n plus 2 is equal to 3 into del of n minus 2 convolution del of n plus 2 എന്ന് പറഞ്ഞാൽ del of n കാരണം minus 2 plus 2 0 അല്ലേ. del of n minus അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതിൻ്റെ സൈഡായിട്ട് പറയാം. del of n plus 3 convolution del of n plus 2 അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. del of n plus 5 del of n plus 4 into del of n plus 4 convolution del of n minus 2 4 minus 2 ആണ്. അപ്പോൾ del of n plus 2 del of n minus 2 into del of n minus 5 del of n minus 7. ആ ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകാം കേട്ടോ. അടുത്ത ഫംഗ്ഷൻ എന്താ പറയുക? പ്ലസ് 3 del of n minus 2 into 2 del of n plus 1. അപ്പോൾ 3 into 2 6 del of n minus 2 convolution del of n plus 1 is equal to del of n minus 1. കാരണം minus 2 plus 1 വരുമ്പോൾ del of n minus 1 പ്ലസ് 3 del of n minus 2 convolution 3 del of n. അപ്പോൾ 3 into 3 9 del of n convolution del of n minus 2 del of n minus 2 പ്ലസ് 3 del of n minus 2 convolution 4 del of n minus 1. 3 into 4 12 del of n minus 2 convolution del of n minus 1 minus 2 minus 1 വരുമ്പോൾ del of n minus 3 12 del of n minus 3. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ മാത്രമാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. del of n minus 2 convolution del of n minus 5 del of n minus 7 del of n plus 2 in convolution del of n minus 6. അപ്പോൾ പ്ലസ് 2 മൈനസ് 6 അപ്പോൾ del of n minus 4 del of n plus 5 into del of n plus 7 del of n plus 12. ഇനി del of n convolution del of n കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞതാട്ടോ. ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ അല്ല, ജനറലായിട്ട് കുറച്ച് പോയിന്റുകൾ പറഞ്ഞതാണ്. del of n convolution del of n del of n del of n convolution x of n x of n del of n convolution 3 del of n minus 1. del of n ഉം വേറെ എന്തെങ്കിലും സംഭവങ്ങളും കൺവല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതറാണ് ആൻസർ. del of n അല്ലാത്തതാണ് ആൻസർ. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഇപ്പോൾ കിട്ടിയ ആൻസറിനെ സിംപ്ലിഫൈ ചെയ്യുക. സിമിലർ ടേംസ് ലൈക്ക് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക. അതായത് del of n plus 1 എത്ര ടേംസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 2 del of n plus 1 plus അത് അതേപോലത്തെ ലൈക്ക് ടേംസിൻ്റെ അടിയിൽ വരച്ചാൽ മതി. 2 del of n plus 1 2 del of n plus 1 രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പോൾ 4 del of n plus 1 del of n plus 2 ആകെ ഒരു ടേം ഉള്ളൂ. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതി. അടുത്ത del of n ടേമുകൾ പല സ്ഥലത്ത് വരുന്നുണ്ട്. 3 del of n 4 del of n പിന്നെ വരുന്നത് 3 del of n. അപ്പോൾ 3 del of n plus 4 del of n plus 3 del of n അങ്ങനെയാണ് 10 del of n പ്ലസ് അത് കഴിഞ്ഞാൽ del of n minus 1ൻ്റെ ടേമുകൾ del of n minus 1ൻ്റെ ടേമുകൾ 6 del of n minus 1 4 del of n minus 1 6 del of n minus 1. അപ്പോൾ 6 6 12 12 4 16 del of n minus 1 പ്ലസ് അതുപോലെ del of n minus 2ൻ്റെ ടേംസ് എല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 17 del of n minus 2 പ്ലസ് 12 del of n minus 3. അപ്പോൾ സിമിലർ ടേംസ് എല്ലാം വെറുതെ ആഡ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഇത് ഫൈനൽ ആൻസർ എടുത്തെഴുതുമ്പോൾ ആ del of ൻ്റെ കൊയഫിഷ്യൻസ് മാത്രം എടുത്തെഴുതുക. അപ്പോൾ ഫസ്റ്റ്
എവിടെയാണ് ആരോ മാർക്ക് വരുന്നത്? ഡെൽ ഓഫ് എൻ എന്ന് എഴുതിയിരിക്കുന്ന കോയിഫിഷ്യൻ്റ് ആണ് ആരോ മാർക്ക് വരുന്നത്. ഡെൽ ഓഫ് എൻ്റെ കോയിഫിഷ്യൻ്റ് 10 ആണ്. അപ്പോൾ 10ൻ്റെ അവിടെ ആരോ മാർക്ക്, അതായത് അതാണ് y(0) എന്നർത്ഥം. y(n) is equal to ഡെൽ ഓഫ് എൻ്റെ കോയിഫിഷ്യൻ്റ് ആദ്യം എഴുതുക. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എഴുതേണ്ടത് 10ൻ്റെ അപ്പുറത്ത് എഴുതേണ്ടത് ഡെൽ ഓഫ് n-1ൻ്റെ. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡെൽ ഓഫ് n-1ൻ്റെ കോയിഫിഷ്യൻ്റ്. ഡെൽ ഓഫ് n-1ൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? 16. അടുത്തത് എഴുതേണ്ടത് ഡെൽ ഓഫ് n-2ൻ്റെ കോയിഫിഷ്യൻ്റ് 17. അടുത്തത് എഴുതേണ്ടത് ഡെൽ ഓഫ് n-3യുടെ കോയിഫിഷ്യൻ്റ് 12. അപ്പോൾ 0യിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും ഡെൽ ഓഫ് n-1, ഡെൽ ഓഫ് n-2, ഡെൽ ഓഫ് n-3. സിമിലർലി 0യിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഡെൽ ഓഫ് n+1ൻ്റെ കോയിഫിഷ്യൻ്റ് 4, ഡെൽ ഓഫ് n+2ൻ്റെ കോയിഫിഷ്യൻ്റ് 1. സോ വി ഗോട്ട് ദ ആൻസർ 1, 4, 10, 16, 17, 12. ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനാദ്യം 2-3 ഫോർമുലകൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഡെൽ ഓഫ് n-m ഇൻറ്റു ഡെൽ ഓഫ് n-n ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് n-m+n. ഡെൽ ഓഫ് n കൺവല്യൂഷൻ ഡെൽ ഓഫ് n ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് n. ഡെൽ ഓഫ് n കൺവല്യൂഷൻ എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് n. പിന്നെ കുറേ എക്സാമ്പിളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, അത് മാറി മാറി കേട്ട് നോക്കുക. ഒരു പ്രാവശ്യം മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കേട്ട് നോക്കുക. ലൈവ് ക്ലാസ്സിൽ നമ്മളിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറായി y ഓഫ് n ഇസ് ഈക്വൽ ടു 1, 4, 10, 16, 9, 17, 12. ആരോ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരോ മാർക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തേൻ്റെ അവിടെയാണ് ആരോ മാർക്ക് ഇട്ടതായിട്ട് കൺസിഡർ ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നും ഇട്ടില്ലെങ്കിൽ ആദ്യത്തേൻ്റെ അവിടെയാണ് ആരോ മാർക്ക്. അപ്പോൾ ആദ്യത്തേൻ്റെ അവിടെയാണ് ആരോ മാർക്ക് എങ്കിൽ ഇത് തെറ്റിപ്പോവും. ഇത് ആൻസർ ശരിയാണോ എന്ന് പരിശോധിക്കാനായിട്ട് 2 കാര്യങ്ങളുണ്ട്. ഇത് ഒരു കാര്യം ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും വരിക. എക്സ് ഓഫ് എന്നിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ഏതാ? 0. എന്നിൻ്റെ വാല്യൂ 0. അതായത് എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ആണ് 0. എച്ച് ഓഫ് എന്നിലെ ആദ്യത്തെ എലമെൻറ്റിലെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? എച്ച് ഓഫ് 0 കിടക്കുന്നത് 3 ആണ് അല്ലേ? എച്ച് ഓഫ് -1 ആണ് 2, എച്ച് ഓഫ് -2 ആണ് 1. അപ്പോൾ എക്സ് ഓഫ് എന്നിലെ ആദ്യത്തെ എന്നിൻ്റെ വാല്യൂ 0, എച്ച് ഓഫ് എന്നിലെ ആദ്യത്തെ എലമെൻറ്റ് അതിലെ എന്നിൻ്റെ വാല്യൂ -2. അപ്പോൾ 0 + -2 -2. അപ്പോൾ ആൻസറിലത്തെ ഫസ്റ്റ് എലമെൻറ്റ് എന്തായിരിക്കും? y ഓഫ് -2. രണ്ടാമത്തെ എലമെൻറ്റ് y ഓഫ് -1. മൂന്നാമത്തെ എലമെൻറ്റ് y ഓഫ് 0. അപ്പോൾ ഇതൊരു വെരിഫിക്കേഷനാണ്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. എക്സ് ഓഫ് എന്നിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ എന്നിൻ്റെ വാല്യൂ, എക്സ് ഓഫ് എന്നിലെ ഫസ്റ്റ് എലമെൻറ്റ് ഏതാ? 1. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 0. അത് കാരണം അവിടെ ആരോ മാർക്ക് ഉണ്ട്. അടുത്ത എച്ച് ഓഫ് എന്നിലെ ഫസ്റ്റ് എലമെൻറ്റ് ഏതാ? 1. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്നിൻ്റെ വാല്യൂ ഏതാ? അതിന് ആരോ മാർക്ക് 3യുടെ അവിടെ കിടക്കണേ, അത് എച്ച് ഓഫ് 0. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എച്ച് ഓഫ് -1 ആണ് 2, എച്ച് ഓഫ് -2 ആണ് 1. അപ്പോൾ എച്ച് ഓഫ് എന്നിലെ ആദ്യത്തെ എലമെൻ്റായ 1ൻ്റെ കറസ്പോണ്ടിങ് എൻ വാല്യൂ എന്ന് പറയുന്നത് -2ഉം എക്സ് ഓഫ് എന്നിലെ ആദ്യത്തെ എലമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് എൻ വാല്യൂ എന്ന് പറയുന്നത് 0. 0 + -2 -2. അപ്പോൾ y ഓഫ് എന്നിലെ ഫസ്റ്റ് എലമെൻറ്റ് y ഓഫ് -2, സെക്കൻഡ് എലമെൻറ്റ് y ഓഫ് -1, തേർഡ് എലമെൻറ്റ് y ഓഫ് 0. അങ്ങനെ നോക്കുമ്പോഴും ഇത് വളരെ കറക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തത് ശരിയായി എന്നുള്ളത് വളരെ നമുക്ക് കൺഫേം ചെയ്യാം. ഇതേപോലെ തന്നെ 1, 2, 3 ഇത് ശരിയാണെന്ന് അറിയാനായിട്ട് വേറൊരു മെത്തേഡ്. ഇത് ലീനിയർ കൺവല്യൂഷൻ റോ ആൻഡ് കോളം മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യും. അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം, ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ മുകളിൽ എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ, എച്ച് ഓഫ് എന്നിൻ്റെ വാല്യൂ, ലെങ്തി സീക്വൻസ് അത് വലുത് ഏതാ? 1, 2, 3, 4 അല്ലേ? അത് ടോപ്പിൽ എഴുതി 1, 2, 3, 4. എച്ച് ഓഫ് എൻ എന്നല്ല കണക്ക്, എക്സ് ഓഫ് എന്നിലും എച്ച് ഓഫ് എന്നിലും വെച്ച് വലുത് ഏതാ? 1, 2, 3, 4 മുകളിൽ എഴുതി, അതായത് ആ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ മുകളിൽ. പിന്നെ ചെറുത് ഏതാ? 1, 2, 3, അത് വെർട്ടിക്കൽ ലൈനിൻ്റെ അവിടെ എഴുതി 1, 2, 3. എന്നിട്ട് ഓരോ എലമെൻറ്റുകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് വെർട്ടിക്കലിലെ ഓരോ എലമെൻറ്റിനെയും ഹൊറിസോണ്ടലിലെ ഓരോ എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വെർട്ടിക്കലിലെ ആദ്യത്തെ എലമെൻറ്റ് 1, 1 × 1, 1, 1 × 2, 2, 1 × 3, 3, 1 × 4, 4. അപ്പോൾ ഫസ്റ്റ് റോ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി വെർട്ടിക്കലിലെ രണ്ടാമത്തെ എലമെൻറ്റ് 2 കൊണ്ട് ഹൊറിസോണ്ടലിലത്തെ ഓരോ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 അതിൻ്റെ നേർക്ക് 2, 2 × 2 4, 2 × 3 6, 2 × 4 8. ഇനി വെർട്ടിക്കലിലെ മൂന്നാമത്തെ എലമെൻറ്റ് ഏതാ? 3 കൊണ്ട് ഹൊറിസോണ്ടലിലെ എല്ലാ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ ആൻസർ അത് അതിൻ്റെ ചോട്ടിൽ എഴുതുക. അപ്പോൾ 3 × 1 3, 3 × 2 6, 3 × 3 9, 3 × 4 12. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ വെരിഫൈ ചെയ്യാനുള്ള ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ ചെയ്യാനുള്ള മെത്തേഡ്, അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞു, അത് വെരിഫൈ ചെയ്യാനുള്ള വേറെ മെത്തേഡ്. ഈ മെത്തേഡ് പറയുന്നതാണ് ലീനിയർ കൺവല്യൂഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ ആൻസർ കിട്ടിയിട്ടുണ്ടോ? ആ ആൻസറുകളുടെ അവിടെ ഈ എന്താ പറയുക, അങ്ങനെ സ്ലോപ്പ് ലൈനുകൾ എങ്ങനെ വരയ്ക്കുക? ഈ ലൈനുകൾ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഡറിൽ വേണം, തോന്നിയ പോലെ വരയ്ക്കാനായിട്ട് പാടില്ല. അതായത് ഇപ്പോൾ 1ൻ്റെ അവിടെ ഒരു വര ചെരിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കേട്ട. ആ വരയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. 1ൻ്റെ അവിടെ ഒരു വര വരച്ചു, അപ്പോൾ ആ ഒരു വരയുടെ ഉള്ളിൽ 1 മാത്രം, അടുത്ത വരയുടെ ഉള്ളിൽ 2 എലമെൻറ്റ്, പിന്നത്തെ വരയുടെ ഉള്ളിൽ 3 എലമെൻറ്റ്, അങ്ങനെ കൂടി കുറഞ്ഞൊരു ഓർഡറിൽ വരണം. ആ കോളം വരയ്ക്കുമ്പോൾ വളരെ വൃത്തിയിൽ
ഇങ്ങനെ പല ഡിവിഷനുകളായിട്ട് വേണം വരയ്ക്കാനായിട്ട്. അത് ചെയ്ത് മനസ്സിലാക്കിയാൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ വരകൾ വരച്ചപ്പോൾ ആദ്യത്തെ വരയുടെ ഉള്ളിൽ ഒരു എലമെൻറ്റ്, രണ്ടാമത്തെ വരയുടെ ഉള്ളിൽ 2 എലമെൻറ്റ്, രണ്ടും രണ്ടും, മൂന്നാമത്തേൻ്റെ ഉള്ളിൽ 3 4 3 എലമെൻറ്റ്, നാലാമത്തേൻ്റെ ഉള്ളിലും 3, ഒന്നാമത്തേൻ്റെ ഉള്ളിൽ 1 എലമെൻറ്റ്, രണ്ടാമത്തേൻ്റെ ഉള്ളിൽ 2 എലമെൻറ്റ്, മൂന്നാമത്തേൻ്റെ ഉള്ളിൽ 3 എലമെൻറ്റ്, 3 4 3, നാലാമത്തേൻ്റെ ഉള്ളിൽ 3 എലമെൻറ്റ്, 6 6 4, അടുത്തതിൻ്റെ എലമെൻറ്റ് അടുത്ത വരയുടെ ഉള്ളിൽ 2 എലമെൻറ്റ്, 9 8, പിന്നത്തേൻ്റെ അവിടെ 12, 1 എലമെൻറ്റ് മാത്രം. അതായത് ഓരോ ഗ്രൂപ്പിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം ആദ്യം കുറഞ്ഞു വരും, പിന്നെ കൂടി വരും, പിന്നെ വീണ്ടും കുറഞ്ഞു വരും. അതിനൊരു സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. അത് റെഗുലർ ആയിരിക്കണം, ഇറഗുലർ ആവാൻ പാടില്ല. അപ്പോൾ ഒന്നാമത്തേൽ 1 എലമെൻറ്റ്, രണ്ടാമത്തേൽ 2 എലമെൻറ്റ്, മൂന്നാമത്തേൽ 3 എലമെൻറ്റ്, നാലാമത്തേൽ 3 എലമെൻറ്റ്. അപ്പോൾ അങ്ങനെ കൂടി വന്നിട്ട് ചിലപ്പോൾ സ്റ്റഡി ആയിട്ട് നിൽക്കാം. 3 3, അപ്പോൾ 1 2 3 3 2 1, 1 2 3 2 1, അങ്ങനെ ഒരു ഓർഡർ ഇല്ലാണ്ട് വരില്ല. ആദ്യം ഇങ്ങനെ കൂടി പോവുക, പിന്നെ കുറഞ്ഞു വരിക. കൂടുമ്പോൾ ചിലപ്പോൾ മാക്സിമത്തിൽ എത്തുന്ന സമയത്ത് സ്റ്റഡി ആയിട്ട് 1-2 സ്റ്റേജിൽ നിൽക്കാം. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ 1 എലമെൻറ്റ്, അത് 1. സെക്കൻഡ് ബ്ലോക്കിൽ 2 എലമെൻറ്റ്, അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, 2 + 2 4. തേർഡ് ബ്ലോക്കിൽ 3 എണ്ണം, 3 + 4 + 3, അപ്പോൾ അത് 3 കൂടി ആഡ് ചെയ്യുക, 10 കിട്ടി. അടുത്ത ബ്ലോക്കിലും 3 എലമെൻറ്റ്, അത് 3 കൂടി ആഡ് ചെയ്യുക, 6 + 6 + 4, 10 + 4 6 + 6 + 4 12 + 4 16. അടുത്ത ബ്ലോക്കിൽ 2 എലമെൻറ്റ്, 9 + 8 17. പിന്നത്തെ ബ്ലോക്കിൽ 1 എലമെൻറ്റ്, 12. ഓക്കെ, സോ ദിസ് പ്രോബ്ലം ഈസ് ഓവർ. ഓക്കെ.